ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലെ വെറൈറ്റി വീഡിയോസ് കാണാൻ വേണ്ടി പോവുകയാണ്. സോ സമയമൊന്നും വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എടുക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഷൂട്ടിങ് ഗൈസ്. നായികയാണ് തോന്നുന്നു വലിയ. പോരട്ടെ. ഓ കൊള്ളാം. പുറകുള്ളമാരൊക്കെ കണ്ടോ, ഫോണൊക്കെ എടുക്കുന്ന കൊച്ചു കള്ളന്മാര്. ഇതാരും ആ പുറകില് കണ്ട ഒരാളിരിക്കുന്നു. പുറകിലൊരു കൊച്ചു കള്ളൻ ചിരിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി കഷ്ടപ്പെട്ട് പണിക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമായിരുന്നു. അയ്യോ, അപ്പാണ് ഇത് കണ്ടത്. ഇന്നത്തേക്കുള്ളതായി. ഇതെന്താ സാധനം തുള്ളിത്തുള്ളി വരുന്നേ? ഒരു ട്രെയിൻ കണ്ടപ്പോഴത്തേക്കും അടുത്തത് എന്തിനാ കാണിക്കുന്നേ? അടിച്ച് കിറങ്ങിയതാണോ? എന്റെ പ്രശ്നം എന്തിന്? ആൾക്കാരെ അടുത്ത് കാണും കേട്ടോ. പിന്നെ പേ ചെയ്യാതെ നോക്ക്. അവസാനത്തെ പിടിച്ചില്ലാതെങ്കിൽ തലയും തല്ലിയാണ് വീണാ മതിയായിരുന്നു. പുല്ലിയതൊക്കെ ലോകത്തിന്റെ ഭാരമാണല്ലോ. അണ്ണന്മാരുടെ അണ്ണൻ. അണ്ണൻ ജിബൊക്കെ ഒരു കണ്ണാടി വെച്ച് എന്തോ വലിയ സ്റ്റെപ്പ് ഇടാൻ വേണ്ടി പോണ് കേട്ടോ. ജിബ് തിരിച്ചു കയറ്റിയ അണ്ണന്റെ പുതിയ സ്റ്റെപ്പായിരുന്നു കേട്ടോ. ഞാൻ അത് അറിഞ്ഞില്ല. നമ്മൾ ആ റേഞ്ചിലോട്ട് എത്തിയിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. ആക്ച്വലി അണ്ണൻ പുതിയ സ്റ്റെപ്പ് ഇറക്കിയതായിരുന്നു. പക്ഷെ ആ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എനിക്കില്ലാതെയായിപ്പോയി. ഓക്കെ, അടുത്ത ഡാൻസ് ആണെന്ന് തോന്നുന്നു. പ്ലേ ചെയ്തേക്കാം. ആരടാ നീ? ജപ്പാനോ? ഇങ്ങനെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഞാൻ എവിടെയാണ് കണ്ടേക്കുന്നത്? കിട്ടിപ്പോയി. ആളെ കറക്കിയതാണ് കേട്ടോ. അവിടത്തെ പരിപാടി കഴിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് ഇൻസ്റ്റാ ലോകത്തേക്ക്. അല്ല, ഞാൻ ഉദ്ദേശിച്ചല്ല ഇത്. നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് അടുത്ത വീഡിയോയിലോട്ട് പോകാം നമുക്ക്. എന്താ ആചാരമാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ പുള്ളിങ്കകളുടെ. കാര്യമായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് കേട്ടവര്. മറ്റവൻ്റെയൊക്കെ പുറകിലത്തെ പാൻറ് കണ്ടു. ഇത് 3 പാൻറ് കണ്ടാണ് ഇവനിട്ടേക്കുന്നത്. ആദ്യമേ വേറെ കറുത്ത കളർ എന്തോ ഒരു സാധനം, അതിൻ്റെ മേളൊരു നിക്കർ, അതിൻ്റെ മേളിൽ വേറെ എന്തോ കീറിയ സാധനം എടുത്തിട്ടിട്ട്, അതിൻ്റെ മേളൊരു ജാക്കറ്റ് എടുത്തിട്ട്, മുടിക്കാത്ത വില എന്തൊക്കെ വലിച്ചു കെട്ടി വെച്ച്. സമ്മതിക്കണം കേട്ടോ. കാലും അങ്ങ് മാറി തുടങ്ങി. അവിടെ ചേട്ടന്മാർ, പുള്ളിങ്കോ ചേട്ടന്മാരെ പരിപാടി ചേർന്നപ്പോൾ എന്തേ ഇവിടെ പുള്ളിങ്കോ ചേച്ചിമാര്. ഇവരുടെ എന്തോ ആചാരമാണെന്ന് തോന്നുന്നത്. നമുക്കറിയാത്ത എന്തോ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. കണ്ടോ, ഒരേപോലത്തെ സ്റ്റെപ്പൊക്കെ ഇട്ട് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ തരത്തിലോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് അറിയത്തില്ല. അറിയാവുന്നവരെ എന്തെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതെന്താണ് എന്നുള്ളത് കേട്ടോ. ആചാരം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ കൊണ്ടാണ്. കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഒരു ട്രെയിൻ തീർന്നപ്പോഴത്തേ അടുത്ത ട്രെയിനാ. ഇങ്ങനെയുണ്ട്. ഇതൊക്കെ ഏത് ട്രെയിനാണോ എന്തോ. എന്തെങ്കിലും എങ്ങനെയെങ്കിലും അറിഞ്ഞെങ്കിലും പോണം ഇങ്ങനത്തെ ട്രെയിനിലൊക്കെ. എപ്പം കിട്ടും ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക്? ഇവനത്തെ കൈയൊക്കെ കെട്ടി എന്തോ പരിപാടിക്ക് പോവാണ് കേട്ടോ. അയ്യോ, പേടിച്ചു പോയി. ഇവനെന്തൊരു എന്താ പെട്ടെന്ന് മറ്റേ തിമരോ മറ്റേ അസുഖം പിടിച്ചെന്ന് തോന്നുന്നു കേസ്. മറ്റേ ഇരുമ്പ് കമ്പിയൊക്കെ കൊടുക്കും ഇവന്. പിടിക്കട്ടെ അവൻ. കല്യാണം വീടാന്ന് തോന്നുന്നു. നിക്ക് 1 2 3 ഒരു ചെറുക്കൻ. എന്തരടേ ഇത്? 25 വയസ്സായ ഞാൻ ഇപ്പോഴും അമ്മയോട്. അപ്പൊ നാളെ അമ്മ എനിക്ക് പുട്ടുണ്ടാക്കി തരുമോ അമ്മേ? ഇറച്ചി അമ്മേ
ഇവിടെ അവ മൂന്ന് പേരെ ഒരു ദിവസം കെട്ടിയേക്കുന്നു. പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടും? സങ്കടമില്ല കേട്ടോ, സങ്കടമില്ല. ഡേയ്, ഇതിന്റെ ഇവിടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് എനിക്ക് കാണാൻ. അയ്യോ, നമ്മൾ ഇത് അതിജീവിക്കും ഗൈസ്, ഇത് അതിജീവിച്ചേ പറ്റൂ. നിങ്ങളും കാണണം, നിങ്ങളും ഇത് അതിജീവിക്കണം. അതിജീവിക്കും നമ്മൾ ഒരുമിച്ച്. അമ്മച്ചിന്തര കാണിക്കുന്നു. നാട്ടിലെ വലിയ ഗുണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. നോക്ക്, നമ്മുടെ ഇതെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നു. പഞ്ഞിയല്ലേ അത് എടുത്തോണ്ട് പോകുന്നേ. ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കാണുന്നവരെ HB Paisa Gaming സൈനിങ് ഔട്ട്. ബൈ ബൈ.